ഒരു പൊതുയോഗത്തില് ഞാൻ പ്രാർത്ഥിച്ചില്ല, അല്ലാതെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ ഒരാളിനോട്, അച്ഛാ പ്രാർത്ഥിച്ചില്ല. ഞാൻ ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഇന്നലെ ഗ്രൂപ്പ് യോഗം കൂടി എല്ലാം തീരുമാനിച്ചില്ലേ, ഇനി ഇവിടെ പ്രാർത്ഥിച്ചാൽ എന്തോ കാര്യം? തലേ ദിവസം തന്നെ ഓരോ വീടുകളിലൊക്കെ കൂടി നാളത്തേക്കുള്ള ആളുകളെ എല്ലാം തെരഞ്ഞെടുത്തിട്ട് ഈ അച്ഛനെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുക, കർത്താവേ നിന്റെ ഹിതമൊക്കെ ഓൾറെഡി മുറിച്ചു വെച്ചിരിക്കുക, അലുവയല്ല. അപ്പൊ തലേ ദിവസം ഓരോ മേഖലയിൽ കൂടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇന്നാരായിരിക്കണമെന്നെല്ലാം തീരുമാനിച്ചിട്ട് പള്ളി വന്നിട്ട് നിന്റെ ഹിതം, ഇതാരെയായി പറ്റിക്കുന്നേ? നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്താത്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെ വെപ്രാളങ്ങളാണെന്നറിയാമോ? അതിനുവേണ്ടി നമ്മൾ ചെയ്യാവുന്ന പരിപാടികളൊക്കെ ചെയ്യും. മണ്ഡലകാലമൊക്കെ ആകുമ്പോ ഓരോ പള്ളിയിലും നമുക്ക് താല്പര്യമുള്ളവരെ നേരത്തെ നിർത്തും. എന്തിനു വേണ്ടിയാ? പിന്നെ ടെൻഷനാണ്. ഞാൻ ഇന്ന സ്ഥാനത്ത് എത്തണമെന്നുള്ളത് എന്റെ ആഗ്രഹമാകുമ്പോഴാണ് ശരിയല്ലാത്ത, നേരല്ലാത്ത, ദൈവത്തിന്റെ സ്വഭാവത്തിന് ചേരാത്ത, ദൈവത്തെ വേദനിപ്പിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയത്തെ സങ്കടപ്പെടുത്തുന്ന, ദൈവത്തിന്റെ ഹൃദയത്തെ മുറിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന വഴികൾ സ്വീകരിക്കുന്നത്.